എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വഴുതിരിങ്ങ വാങ്ങിയതാണ് കേട്ടോ. വാടിയതല്ല, എല്ലാം വാടലാണ്. ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ വാടിയാൽ കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വഴുതിരിങ്ങ. നീലയല്ല പച്ചയല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു കറിയാണെന്ന്. സൂപ്പർ ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടേ, കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ അടുപ്പ് കത്തുണ്ട്, അതാണ് പുക. അങ്ങനെ നല്ല തലവേദന, നല്ല തണുപ്പും. നിങ്ങളുടെ നാട്ടിലൊക്കെ തണുപ്പുണ്ടോന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വഴുതനങ്ങ കഴിക്കാത്തവരും കഴിക്കട്ടോ. വഴുതനങ്ങ കഴിക്കാത്തവരും കഴിക്കുന്നു. കറി എവിടെയോ ഒരു വെള്ളി വന്നതുകൊണ്ട് അതാണ് വീണ്ടും വഴുതിരിങ്ങ ചോദിച്ചത്. ഇന്ന് ബുധനാഴ്ചയാ. സത്യം. ചെറുള്ളി വേണമോ? നേരാക്കി നമുക്ക് വഴുതനങ്ങ കറി വയ്ക്കാം. ചട്ടി ചൂടാവട്ടെ. പുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ നല്ല ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ, പൊട്ടട്ടെ, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 10 ചെറിയുള്ളി, 3 പച്ചമുളക്, ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി വഴണ്ട് വന്നു. ഇതിലൊരു തക്കാളി, ഇഞ്ചി വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 4 വഴുതനങ്ങ ഇട്ട് വഴുതന ഒന്ന് വഴണ്ട് വരട്ടെ. വഴുതനങ്ങയും തക്കാളിയും ഒക്കെ വഴണ്ട് വന്നു. ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി. എരിവില്ല കേട്ടോ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ പോയി. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ടാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് വേകട്ടെ. കുറച്ച് തേങ്ങ അരച്ചിട്ട് വരാം. കുറച്ച് തേങ്ങ മതി. തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അരച്ച് കലക്കണം. ഇന്നലെ ചട്നിക്ക് എടുത്ത് ബാക്കി തേങ്ങ, ഇന്നലെ ഒടിച്ച തേങ്ങ.
മുറിട്ട് എത്ര എടുത്തുള്ളൂ കേട്ടോ തേങ്ങ. തേങ്ങ മാത്രം, കുറച്ച് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരട്ടെ, നന്നായി അരയ്ക്കണം. എൻ്റെ വഴുതിരിങ്ങ എന്താ നോക്കാം. അടിപൊളിയായി വന്നു കേട്ടോ. നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട് തിളച്ചു. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറി ഓഫാക്കുക. എത്രയേ ഉള്ളൂ കേട്ടോ കറി. സൂപ്പർ ടേസ്റ്റാണ്. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. കുറച്ച് ബീട്രൂട്ട് ഉണ്ട്, ഉപ്പേരി വയ്ക്കട്ടെ. ബീട്രൂട്ട് ഉണ്ട്, ഉപ്പേരി വയ്ക്കട്ടെ. അത് വാടി ജ്യൂസായി വാങ്ങിച്ചിട്ട് വന്നിട്ട് എങ്ങോട്ട് ബീട്രൂട്ടേ അല്ല ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടിയതാ. ഭയങ്കര നോക്കിയില്ലേ ചോറ് വന്നാൽ നോക്കട്ടോ. അമ്മ ചോറ് എന്താ നോക്കാൻ വയ്യ. ചോറ് വന്നിട്ടില്ല. കണ്ടിട്ടില്ല. മറ്റേ ചിരട്ട സാധനമുണ്ട്, ചിരട്ട സാധനം. കയ്യിലെ കളർ നോക്ക്, എന്താ ഒരു ഭംഗി. നല്ല കളറ്. ചെറുതാക്കിയ അരിയട്ടോ. ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാൻ കേട്ടോ. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ വാടി. വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളകും സവാളയും. കുറച്ച് ബീട്രൂട്ട്. എന്താ പോകാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേഗട്ടെ. നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടാ. ബീട്രൂട്ട് ഉപ്പേരി. ചോറ് തരട്ടാ. ചൂട് മട്ടരി ചോറ്. ഈ വഴുതനങ്ങ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പറയില്ല. കുറച്ച് മതി. പിന്നെ ബീട്രൂട്ട് തേങ്ങയില്ലാത്ത ഉപ്പേരി. ഞാൻ കഴിക്കൂ. വരണോ. അല്ല, അടിപൊളി കറിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണ്. എൻ്റെ കൈസേ നേരം പോയി. ചുട്ടിട്ട് വയ്യ. രാവിലെ ഇത്തിരി ചോറിനിട്ട് പോയാലേ എനർജി ഉണ്ടാവുള്ളൂ. വൈകിട്ട് വന്നിട്ട് പലഹാരം. ഇഡ്ഡലിക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവരും ടാറ്റ ബൈ ബൈ, സീ യു.